റിപ്പോർട്ടർ എന്ന് പറഞ്ഞ ചാനലിൻ്റെ യഥാർത്ഥ ഓണർ ആരാണ്, ഏത് കമ്പനിയാണ് എന്ന് തെളിയിക്കുന്ന കൺക്ലൂസീവായിട്ടൊരു പ്രൂഫും ഇപ്പോൾ പബ്ലിക് ഡൊമൈനിൽ ലഭ്യമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. റിപ്പോർട്ടർ ചാനലിനെ സംബന്ധിച്ച് ഇപ്പോഴും ഓൺ ഗോയിങ് കേസുകളുണ്ട്. ഇത് മാധ്യമങ്ങൾ തമ്മിലുള്ള റൈവലറി അല്ല എന്ന് ഞാൻ അടിവരയിട്ട് പറയാൻ കാരണം, ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ യഥാർത്ഥത്തിൽ മുതലാളി ആരാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യനുണ്ട്. നമ്മൾ ഓർമ്മ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അതിഗുരുതരമായൊരു ആരോപണം ഉന്നയിച്ചിരുന്നു. ഈ റിപ്പോർട്ടർ ചാനൽ കണ്ടക്ട് ചെയ്യുന്ന കമ്പനി യഥാർത്ഥത്തിൽ അവരല്ലാതെ അതിൻ്റെ യഥാർത്ഥ ഉടമകൾ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിൻ്റെ രേഖകളനുസരിച്ച് എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. ആ കമ്പനി കൈമാറ്റം നടന്നിട്ടില്ല എന്നായിരുന്നു ശോഭാ സുരേന്ദ്രൻ്റെ ആക്ഷേപം. ആ കൈമാറ്റം നടക്കാതിരിക്കാൻ കാരണം ഹോം മിനിസ്റ്ററുടെ എതിർപ്പുണ്ട് ആ കൈമാറ്റത്തിൽ എന്നാണ്. നമുക്കറിയാം 2022 ഈ ന്യൂസ് ചാനലുകൾ കൈമാറുന്നതിൽ സ്ട്രിക്റ്റർ ആയിട്ടുള്ള റൂൾസ് MIB കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ ആ വാർത്താ സമ്മേളനം നടത്തിയത്. പക്ഷേ അതിനുശേഷം പാർലമെൻറ്റിൽ ഇത് സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ട് റിപ്പോർട്ടർ ചാനലിനെ കുറിച്ച്. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ MP സൗഗത റോയി, K സുധാകരൻ, അങ്ങനെ കുറേ അധികം MPമാർ ഇതേക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ MIB ഇൻഫർമേഷൻ സഹമന്ത്രി കൊടുത്ത മറുപടിയിൽ ഈ കൈമാറ്റത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന് ആ കമ്പനിയോട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് നമുക്ക് ലഭ്യമായ ഡോക്യുമെൻറ്റുകളനുസരിച്ചുള്ള വിവരം. മറ്റൊന്ന്, ഈ നമ്മൾ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിൻ്റെ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ 2 കമ്പനികളും ആക്റ്റീവാണ്. അതായത് റിപ്പോർട്ടർ ചാനലിൻ്റെ മുൻ ഉടമകളായ നികേഷ് കുമാറിൻ്റെയും റാണി നികേഷിൻ്റെയും പേരിലുള്ള ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനൽ പ്രൈവറ്റ് ലിമിറ്റഡ് അത് ആക്റ്റീവ് സ്റ്റേറ്റിലാണ്. ഈ റിപ്പോർട്ടർ ചാനൽ ആക്റ്റീവ് സ്റ്റേറ്റിലാണ്. RCB റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡ്. ഇപ്പോൾ നിഷാദ് ആ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആ കമ്പനിയുടെ MD അല്ല ആൻറ്റോ അഗസ്റ്റിൻ. ഈ കമ്പനിയിൽ ആകെ 2 ഡയറക്ടേഴ്സുള്ളൂ, ഒരു ജോസും ഒരു മെൽബി എന്ന് പറയുന്നൊരു സ്ത്രീയും. 2 പേരാണ് ആ കമ്പനി കാര്യ മന്ത്രാലയത്തിലുള്ളത്. ആൻറ്റോ അഗസ്റ്റിൻ എന്ന് പറയുന്നത് അതിൻ്റെ മാനേജിങ് എഡിറ്ററും ഇപ്പോൾ MD എന്ന് വിശേഷിപ്പിക്കുന്നതുകൊണ്ട് പറയാണ്. അങ്ങനെ ഒരു MD ആ കമ്പനികാര്യ മന്ത്രാലയത്തിൻ്റെ രേഖകളിലില്ല. ആകെ 2 ഡയറക്ടേഴ്സേ ഉള്ളൂ. അവരെന്ത് ചെയ്യുന്നു എന്ന് കമ്പനികാര്യ മന്ത്രാലയത്തിൻ്റെ രേഖകളിലില്ല. ഈ റിപ്പോർട്ടർ എന്ന് പറഞ്ഞ ചാനലിൻ്റെ യഥാർത്ഥ ഓണർ ആരാണ്, ഏത് കമ്പനിയാണ് എന്ന് തെളിയിക്കുന്ന കൺക്ലൂസീവായിട്ടൊരു പ്രൂഫും ഇപ്പോൾ പബ്ലിക് ഡൊമൈനിൽ ലഭ്യമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ കൈമാറ്റം നടന്നിട്ടുണ്ടോ, അതായത് മന്ത്രി പാർലമെൻറ്റിൽ കൊടുത്ത മറുപടി പ്രകാരം അത് ഇനിയും നടന്നിട്ടില്ല, അതിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞതിന് ശേഷം അത് ജനുവരിയിൽ മറ്റൊരു വിവരാവകാശ രേഖ കൂടി പുറത്തു വന്നിരുന്നു. ഈ കൈമാറ്റത്തിനെതിരായിട്ടുള്ള ഒരു അന്വേഷണം നടക്കുന്നുണ്ട്, കോർപ്പറേറ്റ് മന്ത്രാലയത്തിൻ്റെ ഒരു അന്വേഷണം നടക്കുന്നുണ്ടെന്നുള്ള വിവരാവകാശ രേഖയും പുറത്തു വന്നു. അപ്പോൾ ജനുവരിക്ക് ശേഷം എന്താണ് ഉണ്ടായിട്ടുള്ളത്, ഈ കഴിഞ്ഞ 8-9 മാസത്തിനിടയിൽ ആ കൈമാറ്റം നടന്നിട്ടുണ്ടോ എന്ന് തെളിയിക്കുന്ന ഒരു രേഖയും നമ്മുടെ മുമ്പിൽ ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ മുതലാളി ആരാണെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇത് 2 ചാനലുകൾ തമ്മിലുള്ള യുദ്ധം എന്ന് പറയാൻ പറ്റില്ല, 2 പൈസക്കാർ തമ്മിലുള്ള യുദ്ധം, അവരത് തീർത്തോട്ടെ എന്ന് പറയാം.